അമ്മ സുനന്ദയെ എത്രയായിട്ടും അവിടുന്ന് വിടുന്നില്ല. സുനന്ദ പറയും, ഞാൻ സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാ, എനിക്ക് എന്തായാലും പോകണം എന്നൊക്കെ പറയും. അമ്മ പറയും, നിനക്ക് ഇത്ര നല്ല ആലോചന വന്നിട്ടും നിനക്ക് ആ ദരിദ്രവാസിയെ മതിയല്ലേ. സുനന്ദ പറയും, ഇതെൻ്റെ ജീവിതമാണ്, അതെങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് എന്തായാലും പോയേ തീരൂ. എന്നെ നിങ്ങളിവിടെ പിടിച്ചു വെച്ചാൽ നിങ്ങൾ സുഭാഷ് ഏട്ടനൊക്കെ എതിരെ കൊടുത്ത പോലെ എനിക്കും കേസ് കൊടുക്കേണ്ടി വരും. സുനന്ദ അമ്മയോട് ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ അമ്മയ്ക്ക് മറുപടി ഉണ്ടാവില്ല. അമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കും, അച്ഛൻ വന്നാ നീ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? സുനന്ദ പറയും, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഇത്രയും കാലം നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ജീവിച്ചു, മറുത്തൊന്നും പറയാതെ നിന്ന് നിങ്ങൾക്കൊന്നും വിഷമമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അമ്മ പറയും, മോളെ നിനക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. സുനന്ദ പറയും, എനിക്ക് സന്തോഷമില്ല അമ്മേ, എൻ്റെ മനസ്സ് മുഴുവൻ സുഭാഷ് ഏട്ടനാ, അത് മറന്നിട്ട് എനിക്ക് വേറൊരാളെ വിവാഹം ചെയ്യാൻ കഴിയില്ല. സുനന്ദ അവിടെ നിന്ന് പോകാനിറങ്ങുമ്പോൾ അമ്മ പറയും, പോയിക്കോ, അവിടെ നിന്ന് എൻ്റെ കെട്ട് കിടക്കുമ്പോൾ ഞാനിവിടെ മരിച്ചിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ സുനന്ദയ്ക്ക് പേടിയാവും. അമ്മ സുനന്ദയുടെ കാല് പിടിച്ച് പറയും, പോളെ നീ പോവല്ലേ, നിനക്ക് ചിലപ്പോൾ സുഭാഷിനെ ഇഷ്ടമായിരിക്കും, പക്ഷേ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും, അവിടെ നിനക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനല്ലേ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്, നീ പോയിക്കോ, പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, നീ ആജീവനാന്തം സന്തോഷിക്കുന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സങ്കടമായിട്ട് ഞാനുണ്ടായിക്കോട്ടെ. അവിടുന്ന് ഒരു കത്തിയെടുത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് അമ്മ. സുനന്ദ ഓടി വന്നിട്ട് ആ കത്തി പിടിക്കും. അമ്പലത്തിൽ അവരെല്ലാവരും സുനന്ദയെ വെയിറ്റ് ചെയ്യാണ്. നിധി സുനന്ദയെ ഫോൺ വിളിക്കും. ഇത് കാണുന്ന അമ്മ പറയും, ഇവളാണ് എല്ലാത്തിനും കാരണം, ഈ മുതവി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് എറിയാണ്. നിധി പറയും, ഫോൺ എടുക്കുന്നില്ല. നികേഷും ഹരീഷും സുനന്ദയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ശ്രുതി പറയും, ചിലപ്പോൾ അമ്മായി അവിടെ ഉണ്ടാവും, അവരുടെ മുന്നിലൂടെ പോരാൻ പറ്റില്ലല്ലോ. ഹരീഷ് പറയും, വരേണ്ടവർക്കാണെങ്കിൽ എങ്ങനെ വേണേലും വരാം. സുഭാഷ് വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഹരീഷ് പറയും, പാവം. അമ്മ നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇവള് കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അവൾ അമ്പലത്ത് വെച്ച് നിൻ്റെ മനസ്സ് മാറ്റി, പണ്ട് അച്ഛന് ഒരു അറ്റാക്ക് ഉണ്ടായതാ, ഗൾഫിലേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞതാ, എന്നിട്ടും അദ്ദേഹം പോയി, എന്തിനാ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ. അച്ഛൻ സുനന്ദയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് അമ്മ. നിധി പിന്നെയും സുനന്ദയെ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല. നിധി ശ്രുതിയോട് വന്ന് പറയും, നോട്ട് റീച്ചബിൾ ആണ്, സോറി സുഭാഷ് ഏട്ടാ, ഇന്നലെ അവളെ എന്നോട് വന്ന് ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാ ഞാൻ എല്ലാവരോടും വന്ന് പറഞ്ഞത്, കുറച്ച് നേരത്തെ കൂടി വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞതാ, അതിനുശേഷം എന്താ ഉണ്ടായതെന്ന് അറിയില്ല. നിധി ഇങ്ങനെ കരയുമ്പോൾ സുഭാഷ് പറയും, എന്തിനാ മോളെ കരയുന്നത്, ദൈവത്തിൻ്റെ ഒരു നിശ്ചയം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ചാലും നടക്കണമെന്നില്ല, എനിക്ക് വിഷമമൊന്നുമില്ല, അവൾക്ക് വിധിച്ച ആളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ, എനിക്ക് ഈ വിവാഹം നടന്നേ തീരൂ എന്നൊന്നുമില്ല, നിങ്ങൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ, അതിന് നീ എന്തിനെങ്ങനെ കരയുന്നത്. നിധി അപ്പോഴും കൈകൂപ്പി സുഭാഷിനോട് ക്ഷമ ചോദിക്കുകയാണ്.